തെളിവെടുപ്പിനിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിലായി. ലഹരി വിൽപ്പന നടത്തിയതിന് അറസ്റ്റിലായ ആലുവിനെയാണ് പൊന്നാനിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നെടുപുഴയിലെ വാടക വീട്ടിൽ ലഹരി വിൽപ്പന നടത്തിയതിന് അറസ്റ്റിലായ ആലുവിനെ ബംഗളൂരുവിൽ എത്തിച്ച് കഴിഞ്ഞ മാസം 29-ന് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് പ്രതി രക്ഷപ്പെട്ടത്. ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ മാസം 29-നാണ് പ്രതി ബാംഗ്ലൂരിൽ തെളിവെടുപ്പിനിടെ രക്ഷപ്പെടുന്നത്. നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയുമായി ബാംഗ്ലൂരിലെത്തിച്ച് MDMA വിതരണ കേന്ദ്രം നടക്കുന്ന അല്ലെങ്കിൽ MDMA കേരളത്തിലേക്ക് എത്തിക്കുന്ന കേന്ദ്രങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ നടത്തിയ അന്വേഷണത്തിനിടയിൽ ബാംഗ്ലൂരിലെ ഒരു ലോഡ്ജിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയുമായി താമസിക്കുകയും അവിടെ തങ്ങുകയും ചെയ്തു. തുടർന്ന് അവിടെ സ്ഥലങ്ങളിൽ ഈ തെളിവെടുപ്പിനായി പ്രതിയെ എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് അവിടെ തങ്ങിയത്. എന്നാൽ ഈ ലോഡ്ജിൽ നിന്നും ലോഡ്ജിന്റെ പൈപ്പിലൂടെ പ്രതി ഊട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് പോലീസുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കൈയുടെ താക്കോൽ കവർന്നെടുത്ത ശേഷമാണ് മുറിയുടെ താക്കോൽ കവർന്നെടുത്ത ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത്. എന്നാൽ ഈ പ്രതി രക്ഷപ്പെടുന്നത് കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ താഴെ എത്തിയപ്പോഴൊക്കെയും ഇയാൾ ഈ പ്രദേശത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് ബാംഗ്ലൂർ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. ഇതിനിടയിൽ ഒളിവിൽ കഴിഞ്ഞ് കേരളത്തിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ ഇന്ന് പൊന്നാനിയിൽ നിന്നുമാണ് നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ വീട് വാടകയ്ക്കെടുത്ത് MDMA എത്തിച്ച് ചില്ലറയായി വിൽപ്പന നടത്തി വരുന്നതിനിടെയാണ് ഇയാളും കൂട്ടാളികളും മനക്കുടി സ്വദേശിയായ ആൽവിനും കൂട്ടാളികളും പിടിയിലാകുന്നത്. തുടർന്ന് മറ്റുള്ളവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ തെളിവെടുപ്പിന് എത്തിക്കുന്നതിനിടെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ആഴ്ചകൾക്ക് ശേഷമാണ്, ഏകദേശം 1.5 ആഴ്ചയോളം സമയമെടുത്തതിന് ശേഷമാണ് പോലീസിന് രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അരുണ്യ, ശരി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയൻ, തൃശ്ശൂരിൽ നിന്ന്.